ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ പറ്റിയുള്ള ജ്ഞാനമാണ്. ഈ അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ്, യേശുക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. അക്ഷരം എന്താണ് അപ്പോൾ അവിടെ? അപ്പം ചിലർ പറയും ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന അക്ഷരമാണ്. അല്ല, അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയ്ക്ക് ന്യായപ്രമാണം എഴുതി കൊടുത്തില്ലേ, പിന്നെ സീനായി മല വെച്ച് കല്ലിൽ കൊത്തിയ അക്ഷരങ്ങൾ ദൈവം തൻ്റെ വിരൽ കൊണ്ട് കൽപ്പലയിൽ എഴുതി കൊടുത്ത നിയമമുണ്ടല്ലോ, ന്യായപ്രമാണം. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് ഇത്യാദി. അത് 10 അങ്ങനെ ഉണ്ടെങ്കിലും 600 ഉണ്ടെന്നാണ് പറഞ്ഞത്. ചെറുതും വലുതുമായിട്ടൊക്കെ ഉണ്ടാവും. അതെല്ലാം ഇല്ലെങ്കിലും ഇതാണ് അക്ഷരത്തിൻ്റെ ശുശ്രൂഷ. എന്നുവെച്ചാൽ ന്യായപ്രമാണം, ഇവിടെ പറഞ്ഞ ന്യായപ്രമാണം കൊല്ലുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം ന്യായപ്രമാണം നമ്മളെ മരണശിക്ഷയ്ക്ക് വിധിക്കുവാൻ യോഗ്യമായിരിക്കുന്ന വചനമാണ്. അതിനകത്ത് പൗലോസ് പിന്നെ എടുത്ത് പറയുന്നുണ്ട്, മോഹിക്കരുത്. മോഹിക്കരുന്നൊരു കൽപ്പന വന്നപ്പോൾ മോഹം എന്തെന്ന് ഞാൻ അറിഞ്ഞു. അതേവരെ മോഹമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് മോഹ സ്വഭാവമുണ്ടെങ്കിൽ അത് മോഹമാണ്, കുറ്റമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം അത് കുറ്റമാണെന്ന് എന്നോട് പറഞ്ഞു തന്നതാരാ? ന്യായപ്രമാണം. അപ്പോൾ കുറ്റമാണെന്ന് പറഞ്ഞു തന്നപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ? അത് കുറ്റമാണെന്ന് എനിക്ക് ബോധ്യം വന്നപ്പോൾ ശിക്ഷ ഉറപ്പാണ്. കുറ്റമാണെന്ന് തെളിയിക്കപ്പെട്ട പിന്നെ ശിക്ഷ ഉറപ്പല്ലേ? അപ്പോൾ പിന്നെ ശിക്ഷയിൽ തന്നെ ആർ വിടുവിക്കും? ന്യായപ്രമാണത്തിലേക്ക് നോക്കിയാൽ ശിക്ഷയിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു വചനവുമില്ല. നിന്റെ കുറ്റം മാത്രമേ അവിടെ കാണിച്ചു തരാനുള്ളൂ. അപ്പം നീ മോഹിക്കുന്നു, അതുകൊണ്ട് നിനക്ക് എന്താണ്? മരണശിക്ഷ ഉറപ്പാണ്. അപ്പം ഇതാണ് അക്ഷരം കൊല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിയമമല്ല നമ്മളെ കൊല്ലുന്നത്, ആ പാപമാണ് എന്നെ കൊല്ലുന്നത്. നിയമം എഴുതി വെച്ചു, പക്ഷെ എന്നിൽ മോഹമില്ലെങ്കിൽ ഈ നിയമത്തിന് എൻ്റെ മേലെ അധികാരമില്ല. ഉണ്ടോ? ഇല്ല. ഇപ്പം വധശിക്ഷയ്ക്ക് വിധിച്ച് ഒത്തിരി പേര് ജയിലിൽ കിടപ്പുണ്ട്. അവരെന്തുകൊണ്ടാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്? അവർ കൊലപാതകം ചെയ്തു അല്ലെങ്കിൽ തെറ്റ് ചെയ്തു. നമ്മളെന്നെ വിധിക്കാതെ നിയമം ഇപ്പോഴും ഇന്ത്യ പിന്നോട്ടുണ്ടല്ലോ, ജഡ്ജി ഉണ്ടല്ലോ, പക്ഷെ നമുക്കെതിരെ അതില്ല. എന്തുകൊണ്ട്? നമ്മൾ ആ തെറ്റ് അവരുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ട അല്ലെങ്കിൽ ചെയ്തിട്ടില്ല. എന്ന വണ്ണം നമ്മുടെ ജീവിതത്തിൽ ഈ നിയമമല്ല നമ്മളെ കൊല്ലുന്നത്, പാപമാണ്. മറ്റൊരിടത്ത് പറഞ്ഞത് എന്ന് വെച്ചാൽ ന്യായപ്രമാണം അല്ല എന്നെ കൊല്ലുന്നത്, എൻ്റെ പാപം എന്നെ കൊല്ലുന്നത്. പക്ഷെ പാപമാണ് തെളിയിക്കപ്പെട്ടത് ന്യായപ്രമാണം. അപ്പോൾ ഈ ന്യായപ്രമാണം ദൈവം തന്നതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ, നിങ്ങൾ പാപികളാണ്. എന്നുവെച്ചാൽ എനിക്ക് വിരുദ്ധരാണ് നിങ്ങൾ. ദൈവത്തിൽ പാപമില്ല. പാപമില്ലാത്ത ഓരോ വ്യക്തി കർത്താവല്ലേ. അപ്പം നിങ്ങളിൽ പാപമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ന്യായപ്രമാണം. ന്യായപ്രമാണം നമ്മളെ രക്ഷിക്കാനല്ല, നമ്മുടെ പാപത്തെ പറ്റി നമുക്ക് ബോധം വരുത്താൻ.